UDF-ൽ മുഖ്യമന്ത്രി ആരാകണമെന്ന് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടതെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മീഡിയ വണ്ണോട്. പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തനങ്ങൾ ആർക്കും നിരാകരിക്കാനാകില്ല. KPCC പ്രസിഡന്റും KC വേണുഗോപാലും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവരാണ്. ഈ വിജയം 5 വർഷം മുൻപ് ആകാമായിരുന്നു. അതില്ലാതാക്കിയത് കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങളാണെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മീഡിയ വണ്ണൊപ്പം ചേരുകയാണ്. വലിയ വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ആർക്കാണ് ക്രെഡിറ്റ്? അത് ഈ നാട്ടിലെ 10,000-കണക്കായ കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക്, അതുപോലെ ഈ പാർട്ടിയെ വിജയിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ച ലക്ഷോപലക്ഷം സാധാരണക്കാരായ ആളുകൾ, അവരുടെ വിജയമാണിത്. ഇത് ജനങ്ങളുടെ വിജയമാണ്. ഞാൻ ഈ വിജയം ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമാണ്. ആരായിരിക്കും മുഖ്യമന്ത്രി, ആരായിരിക്കണം മുഖ്യമന്ത്രി? മുഖ്യമന്ത്രി ചർച്ച കോൺഗ്രസിന് ഒരു കാലത്തൊരു തടസ്സം ഉണ്ടായിട്ടില്ല. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു കീഴ്വഴക്കമുണ്ട്, ഒരു പരമ്പരാഗതമായ ഒരു സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായം വെച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കഴിഞ്ഞ കാലത്ത് പ്രവർത്തിച്ചിട്ടുള്ളൂ. നമ്മുടെ സമീപകാലത്ത് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടെത്തി. അങ്ങനെയാണ് കഴിഞ്ഞ തവണ ഞാൻ KPCC അധ്യക്ഷനായ സമയത്ത് ആരാണ് പാർലമെൻ്ററി പാർട്ടി നേതാവാകണമെന്ന് തീരുമാനിച്ചത്. അന്ന് ഇന്നത്തെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയായിരുന്നു അന്ന് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ നോമിനിയായിട്ട് ഇവിടെ വന്നത്. അദ്ദേഹം എല്ലാ MLA-മാരെ വിളിച്ചു. അത് കഴിഞ്ഞ് സീനിയർ നേതാക്കന്മാരെ വിളിച്ചു. ഘടകകക്ഷികളുമായി ചർച്ച നടത്തിയിട്ട് ആ റിപ്പോർട്ട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിനു ശേഷമാണ് നമ്മുടെ പാർലമെൻ്ററി പാർട്ടിയുടെ നേതാവിനെ മുഖ്യമന്ത്രി തെരഞ്ഞെടുത്തല്ലേ. ആ സമ്പ്രദായം തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കാൻ പോവുക എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും വ്യക്തിപരമായ അടുപ്പമുള്ള ആളുകളാണ്. KC വേണുഗോപാലാണെങ്കിലും VD സതീഷാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും. അപ്പം എങ്ങനെയാണ് അതിനൊരു വിലയിരുത്തുന്നത്? അവരൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എത്ര സത്യസന്ധവും ആത്മാർത്ഥമായിട്ട് തന്നെ പ്രവർത്തിച്ചത്. വളരെ കെട്ടുറപ്പോടു കൂടി, എന്തെന്നില്ലാത്ത ഐക്യത്തോടു കൂടിയാണ് പ്രവർത്തിച്ചത്. അവരെല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ഞാൻ പറഞ്ഞല്ലോ, പ്രവർത്തകന്മാർ അവരുടെ പങ്കാളിത്തം നിസ്സാരമല്ല. അവർ വഹിച്ച പങ്ക് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഒരിക്കലും കാണാത്ത രൂപത്തിലുള്ള ആത്മാർത്ഥതയാണ് പാവപ്പെട്ട പ്രവർത്തകന്മാരൊക്കെ തന്നെ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇതിനൊക്കെ പുറമേ ഞാൻ പറഞ്ഞല്ലേ, ഒരു സുനാമി ആഞ്ഞടിച്ചതുപോലെയാണ് പിണറായി വിജയൻ്റെതായിട്ടുള്ള വികാരോട് ആഞ്ഞടിച്ചത്. ഞാൻ ഇത്രത്തോളം മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഞങ്ങളുടെ മനസ്സിലുണ്ടാകുന്നതിനേക്കാളേറെ, നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നതിനേക്കാളേറെ ജനങ്ങളുടെ മനസ്സിൽ രൂഢമൂലമായിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് KPCC അധ്യക്ഷൻ മാധ്യമങ്ങളോട് മീഡിയ വണ്ണോട് സംസാരിക്കുകയായിരുന്നു.